ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചെമ്മീൻ മുളകിട്ടൊരു കാര്യം കേട്ടോ പറയുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉള്ളിയും 2 തക്കാളിയും കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില ഇത്ര മാത്രം കേട്ടോ ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് എണ്ണയൊഴിച്ച് കുറച്ച് കടുക് ആഡ് ചെയ്ത് പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നത് ഉലുവയാട്ടോ. ഉലുവ ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തോ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചില ആൾക്കാർ മുളകിടുന്ന സമയത്ത് വഴറ്റൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ്ലി അതിലത്ത് പൊടികളിലിട്ട് വെള്ളം ഒഴിക്കുന്ന കാണലുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു നല്ലൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കിതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്ന സമയത്ത് പകുതി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയെല്ലാം പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. ആ സമയത്ത് ക്ലീൻ ആക്കി വെച്ച നമ്മുടെ ചെമ്മീനിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും മാത്രമായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്തിടാം. ഇനി ഈ ചെമ്മീനും ഇട്ടിട്ട് ഈ ഒരു കറി ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ നിന്ന് കിടക്കട്ടെ കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് പിഴിയാം കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കറി തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണമെല്ലാം ഉണ്ട്. ആ ചെമ്മീൻ്റെ ആ ഒരു സ്മെല്ല കറിയിലേക്ക് അങ്ങനെ ഇറങ്ങി വന്നിട്ടില്ല, നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച ആ പുളിവെള്ളം ഇതിലോട്ടേക്ക് ഒഴിച്ച് ഇനി ഒരു 5 മിനിറ്റ് ഇതിൽ നിന്ന് തന്നെ ഒന്ന് കുക്കാവണം. അപ്പോഴാണ് നമ്മുടെ ചെമ്മീൻ്റെ അകത്തിൽ ഈ ഒരു പുളിയും കറിയിലെല്ലാം നല്ലതായിട്ടൊന്ന് ഇറങ്ങി വരേ. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പോ മുളകോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തുള്ള പുളിയും ആ ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് കറിയിലേക്ക് പിടിച്ച് നല്ല കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി നന്നായിട്ട്. അങ്ങനെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കറിയാടെ മാറ്റി വെക്കാം കേട്ടോ. പൊതുവേ ചെറിയ ചെമ്മീനാണ് വലുതിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.